മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടി ഡൽഹി റൌസ് അവന്യൂ കോടതി. ഈ മാസം 25 വരെയാണ് നീട്ടിയത്. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇന്നിപ്പോൾ സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ CBIയുടെ നടപടി അത് നേരിടേണ്ടതുണ്ട്. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി കൂടി നീട്ടിയിരിക്കുന്നു. അപ്പോൾ ജയിൽവാസം ഇങ്ങനെ തുടരുകയാണ്, നീളുകയാണ്. അഞ്ച് തീർച്ചയായും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തുടരും എന്നുള്ളതാണ് തൽക്കാലത്തേക്കെങ്കിലും. അദ്ദേഹത്തെ ഇന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണ് ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത്. അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധിയും ഇന്ന് പൂർത്തിയാകുകയായിരുന്നു CBI രജിസ്റ്റർ ചെയ്ത കേസിൽ. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി ഡൽഹി റൌസ് അവന്യൂ കോടതി 15 ദിവസത്തേക്ക് കൂടി നീട്ടാൻ, ഈ മാസം 25 വരെ നീട്ടാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ കേസിൽ CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിക്കുന്നതുവരെ കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരും എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതേസമയം കെജ്രിവാളിന് അനുകൂലമായ ഒരു ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത്. അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് ദിബാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഉത്തരവ്. അതേസമയം തന്നെ കെജ്രിവാളിന്റെ ഹർജിയിലെ മറ്റ് നിയമപരമായ വശങ്ങൾ പരിശോധിക്കുന്നതിനായി 3-അംഗ ബെഞ്ചിന് ഈ ഹർജി വിടാനും സുപ്രീം കോടതി തീരുമാനിക്കുകയായിരുന്നു. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്ന കാര്യത്തിൽ സംബന്ധിച്ചുള്ള പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. കെജ്രിവാളിനോട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു നേതാവാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്നും അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടാനാകില്ല, അത് അദ്ദേഹം സ്വയം തീരുമാനിക്കേണ്ട ഒന്നാണ് എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. എന്തായാലും കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ED രജിസ്റ്റർ ചെയ്ത കേസിൽ താൽക്കാലിക ആശ്വാസം ഉണ്ടായിരിക്കുന്നു. എന്നാൽ CBI കേസിൽ ഇതുവരെയും ജാമ്യം ലഭിക്കാത്തതിനാൽ അദ്ദേഹം ജയിലിൽ തന്നെ തുടരുകയാണ്. അനുജ. ശരി. ബൽറാം നെടുങ്ങാടി, ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.